ഇതൊക്കെ മെസ്സി അറിഞ്ഞുള്ള അവസ്ഥ എന്താ കാരണം ഇത് ഫ്ലെക്സ് വെക്കണമെങ്കിൽ ഒരു 4 ലക്ഷം റുപ്യെങ്കിലും വേണ്ട. ഒരു കട്ടൗട്ട് ഒരു 1000 അടിൻ്റെത് നല്ല ഹൈറ്റ് നോക്കാന് ഇതിനൊക്കെ പൈസയോ? അല്ല അതിനാണിപ്പോ വിനോദത്തിലേക്ക് ശരി. അല്ല അതല്ല നമ്മളെ ടീമിന് വേണ്ടിട്ടല്ലേ അർജന്റീന. ഇപ്പൊ തന്നെ നമ്മള് 100-150 മീറ്റർ നമ്മള് വെച്ചു. അല്ല അത് വെച്ചു. അതിപ്പോ ഒരു പന്തളിന്റെ ആവേശം എന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാം. അല്ല ഇത് മത്സരാക്കിയിട്ട് ഇപ്പോഴും നമ്മളെന്നെ ജയിച്ചിരിക്കണത്. നമ്മളൊരു 250 വെച്ചു, പിന്നെ ഓല് ഒരു 300 വെച്ചു, അപ്പൊ നമ്മൾ 500 അപ്പുറത്തും വെച്ചു. ഇപ്പോഴും നമ്മളെന്നെ ഫ്ലക്സിലും ഗോളിലും നമ്മളെന്നെ മുന്നിൽ. ഇപ്പൊ 5 ഗോൾ നമ്മൾ ഈ വേൾഡ് കപ്പിൽ ഈ 500 ഇതുപോലെ തന്നെ ഇപ്പുറത്തും ഫ്ലക്സ് വെക്കേണ്ടി വരും. ഒരാളല്ലേ എടുക്കണം. നമ്മളൊക്കെ ഈ നാട്ടിലുള്ളവരാണ്. ഈ പൈസ വെറുതെ ഞാൻ ഒന്ന് പറയണ കേക്ക്. ഈ ഇത്രയും പൈസ ഇവിടെ ചെലവാക്കുന്ന നേരം ആ പൈസ കൊണ്ട് ഏതെങ്കിലും ഒരു പാവത്തിന് നിങ്ങൾ അർജന്റീന ഫാൻ തന്നെ കൂട്ടിക്കോളി ഒരു പെര വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലാകാലം അത് ഉണ്ടാവും. ഈ വിനോട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു വീട് വെച്ചു കൊടുത്തു, ആരാ കാണുക? നിങ്ങൾ പറയും അത് ആൾക്കാർ മനസ്സിലുള്ള ഒരു നല്ല അനുഗ്രഹങ്ങൾ. ഞാൻ പറഞ്ഞേക്കും 1000 അടിന്റെ കട്ടൗട്ട് വെച്ചാല് വാർത്തയിൽ വന്നു, മാധ്യമങ്ങളിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ വന്നു, ഇനി വരാത്തത് എവിടെ ഉണ്ടാവില്ല. പിന്നെ ഇതിലേറെ ആവേശമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളൊക്കെ ഇവിടെ കെട്ടുബന്ധം ഉണ്ടാക്കി കളിച്ച ടീമുകളാ. പക്ഷെ അന്നൊന്നും ഇതേമാതിരി ദൂരത്തിന് നമ്മള് കൂട്ടുന്നിട്ടില്ല. ഇതിപ്പോ വിനോട്ടാ 1000 അടിന്റെ കട്ടൗട്ട് വെച്ചാല് നമ്മൾ അർജന്റീന ഫാൻസ് നമ്മളെ ഈ നാട്ടിലുള്ള എല്ലാവരും വാർത്തയിൽ വരും. ന്യൂ ജനറേഷനെ മനസ്സിലാക്കി നിങ്ങൾ പണ്ടത്തെ കാലത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഹക്കീമേ, രണ്ടാളും പറയാനുള്ളത് എന്താ, നമ്മളിത് ഒരു ആഘോഷം എന്നുള്ളതെങ്കിൽ ആവേശം എന്നുള്ളതിൽ നമ്മൾ ആദ്യം ഫ്ലക്സ് വെച്ചു, അതൊക്കെ സത്യം തന്നെ. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മത്സരമാക്കിയിട്ട് ഒരാൾ 100 വെക്കുമ്പോ 150 വെക്കുക എന്നുള്ള ആ പരിപാടി അത് നിങ്ങൾ പറയല്ലേ. ഞങ്ങൾ വലിയൊരു പ്രതീക്ഷയിലാണ് എത്തി വന്നത്. ഇത് എന്തൊരു കഷ്ടം. ഞാൻ പോലോട് പറഞ്ഞിട്ടുള്ളൂ, ഈ 1000 അടിയുള്ള കട്ടൗട്ടിന്റെ പൈസ മൊത്തം വിനോട്ടം തരും, അത്രയും വലിയ കടുത്ത ആരാധകനെന്നൊക്കെ പറഞ്ഞതാണ്. നിങ്ങളെയൊക്കെ ഇന്നലെ മെസ്സി അടിച്ചൊരു പെനാൽറ്റി കണ്ടെങ്കിൽ അത് മിസ്സായപ്പോഴും കൂടി എനിക്ക് ഇത്ര വലിയ സങ്കടം വന്നിട്ടില്ല. നിങ്ങൾ ഇത്രയും വലിയൊരു ആരാധകനൊക്കെ ഈ ഒരു സംഭവം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുള്ള വിനോട്ടങ്ങളെയൊക്കെ പോന്നത്. ഇതൊക്കെ മെസ്സി അറിഞ്ഞുള്ള അവസ്ഥ എന്താ കാരണം ഇത് മൂപ്പരോട് ഞാൻ അപ്പോളെ പറഞ്ഞല്ലോ മൂപ്പരത്തേക്ക് വരണ്ടെന്നുള്ളത്. ഇതൊക്കെ എന്താ പറയുക, മെസ്സി ചിലപ്പോ